ദീപക് മലയമ്മ, ഇപ്പോൾ വാഹനം ഒഴുകി വീണ ഗതി, അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ, അതായത് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ, വീടുകൾ, വീടിൻ്റെ ഭാഗങ്ങൾ, കടയുടെ ഭാഗങ്ങൾ, അതെല്ലാം ഈ അടിത്തട്ടിലേക്ക് വന്ന് ഈ മണ്ണിനൊപ്പം പുതഞ്ഞിട്ടുണ്ടാകാം. സ്വാഭാവിക ഒഴുക്കിന്, റിവർ ബെഡിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അടുത്തേക്ക് എത്തുന്നതിന് തടസ്സമാണെന്നാണ് സ്കൂബ ടീം ഇന്ന് രാവിലെയും പറയുന്നത്. അതെ, അത്തരത്തിൽ തന്നെയാണ്. ആ മേഖലയിലേക്ക് ചെല്ലുന്നതിലുള്ള തടസ്സം ഇപ്പോഴും ഈ സ്കൂബ ടീമിനെ സംബന്ധിച്ചുണ്ട്. ഒപ്പം തന്നെ അതിലെ അടിയൊഴുക്ക് ആ മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിലുള്ള തടസ്സം, ഇതെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്പം സമയത്തേക്ക് തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ഇമേജ് ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഉണ്ടാകൂ എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സുജയ പറഞ്ഞതുപോലെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന രീതിയിലാണ് നിലവിൽ വാഹനം ഉള്ളത്. അതിന്റെ ചിത്രങ്ങളാണ് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് നീക്കി അവിടേക്ക് എത്താനുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന. ആ നിലയിലാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ എക്സ്കവേറ്റേഴ്സ് കൊണ്ട് മാത്രം ആ മേഖലയിലേക്ക് മണ്ണ് നീക്കി എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമല്ല. ആ വാഹനത്തിനകത്ത് അർജുൻ കുടുങ്ങി കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ സ്വാഭാവികമായും ആ നദിയുടെ അടിത്തട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആ ക്യാബിന്റെ തൊട്ട് അരികിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുങ്ങണം. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ വസ്തുത. അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഈ ദൗത്യസംഘം നേരിടുന്നുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ ദൗത്യം ഇന്ന് രാവിലെ 7 മുതൽ ആരംഭിക്കുമ്പോൾ ആ സമയം മുതൽ ഇങ്ങോട്ട് കടുകിട വ്യതിചലിക്കാതെ തന്നെയുള്ള നീക്കങ്ങൾ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആർമി സംഘമൊക്കെ 7 മണി കൃത്യം തന്നെ ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അവരുടേതായ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. നിർദ്ദേശങ്ങൾ കൃത്യമായി ഈ മെഷീൻ ഓപ്പറേറ്റേഴ്സിനൊക്കെ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഉച്ചവരെയുള്ള സമയം എന്ന് പറയുന്നത് കനത്ത മഴയും കാറ്റുമൊക്കെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷമുള്ള ഈ ഒരു സമയം, ഏതാണ്ട് 11 മണി മുതൽ ഈ ഒരു സമയം വരെയുള്ള സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയം തന്നെയാണ്. പ്രത്യേകിച്ച് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അവർക്ക് പരിശോധന നടത്താനുള്ള ഒരു ഗ്യാപ്പ് പ്രകൃതി തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള റിസൾട്ട് അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾക്ക് ഉൾപ്പെടെ നമുക്ക് ശ്രമിക്കാൻ കഴിയുന്ന ഹൈബോർഡ് സംവിധാനം അടക്കം ഈ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന്റെ ബാറ്ററികൾ ഉൾപ്പെടെ കാർവാറിലെത്തി അവിടെ നിന്ന് റോഡ് മാർഗം ഇപ്പോൾ ശിരൂരിലേക്ക് കൊണ്ടുവരുന്നതിന്റെ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഈ പറയുന്ന ശിരൂരിലെ ദുരന്ത ഭൂമിയിലേക്ക് എത്തും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആഴത്തിൽ ഉള്ള ഒരു പരിശോധന സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് സാധ്യമായി കഴിഞ്ഞാൽ തന്നെ ഈ കാര്യത്തിൽ നമ്മൾ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുന്റെ ലോറി എന്നതിൽ ഒരു പൂർണ്ണ തോതിലുള്ള വ്യക്തതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ്. ഇന്ന് ഈ ദിനം തന്നെ ആ ഒരു മിഷൻ പൂർത്തിയാക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവർ ഈ ഒരു ഘട്ടം വരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. അവരുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്രീഫിംഗ് കൃത്യമായി ഉണ്ടാകും. ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്യാമെന്നുള്ള പ്രതികരണമൊക്കെ ഇന്നലെ MLA-യുടെ ഭാഗത്ത് നിന്ന്, കാർവാർ MLA-യുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അങ്കോല കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു വാർ റൂം ഉണ്ടാകും എന്നതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അറിയില്ല, ഈ ഒരു സമയം വരെ അത്തരത്തിൽ ബ്രീഫിങ്ങിനൊന്നും തന്നെ ജില്ലാ ഭരണകൂടം മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്.